ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ചെന്ന മസാല കണ്ടാലോ. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും വളരെ രുചിയേറിയൊരു വിഭവമാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം ചെന്നക്കടല 1.5 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുതിർന്ന് വന്ന ശേഷം 3-4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി നമ്മളത് കുക്കറിലേക്ക് ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെള്ളവും ആവശ്യത്തിന് ഒഴിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ ടോപ്പ് അടച്ച് ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുന്നുണ്ട്. അത് ഒരു 3 വിസിലാണ് അടിക്കുന്നത്. ഈ ചെന്നക്കടല ആയതുകൊണ്ട് വേഗം വെന്ത് വരും. അപ്പോൾ നമുക്ക് 3 വിസിൽ മതി. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു മൺചട്ടി വയ്ക്കുന്നുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്. 2 ഏലക്കയും 3 ഗ്രാമ്പും ചേർക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഇളക്കിയ ശേഷം ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയുമാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള അതിലേക്ക് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ ചെന്നക്കടലയ്ക്ക് ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ നിറമാവണ്ട, ഒന്ന് വഴണ്ടി വരുന്ന വരെ ചെയ്താൽ മതി. ഇനി നമുക്ക് പൊടികളായ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് നമുക്ക് വഴറ്റാം. വഴറ്റിയ ശേഷം നമ്മളിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയുള്ളതല്ല, ഒരു അത്യാവശ്യം പുളിയുള്ള ഒരു തക്കാളി എടുത്ത് നമ്മൾ മിക്സിയിലടിച്ച് ജ്യൂസാക്കിയതാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെന്നക്കടല അതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെന്ത് വരുന്നവരെ അടച്ചു വയ്ക്കാം. അതിന് ശേഷം നമ്മുടെ കറി വെന്ത് കറക്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കിയതാണ്. ആ പേസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ പൊടിച്ച പെരുംജീരകവും ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും വിതറി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. നാളെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ.